ഹലോ ഗുജറാത്തിൽ ഇന്നത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പൊളിച്ചൊക്കെ അങ്ങനെ മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. രാവിലെ ആകുമ്പോഴത്തേക്കെല്ലാം റോഡിലെല്ലാം വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ നമ്മളൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. നല്ല സുഖത്തിൽ കിടന്നുറങ്ങിയത്. ഇത്ര നാൾ നല്ല ചൂടായതുകൊണ്ട് രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുപോലെ കിടക്കയിൽ ഇങ്ങനെ ചൂട് കഴിയുന്നുണ്ടേനും. അതുകൊണ്ടെല്ലാം ഉറങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ കുറച്ച് മഴ പെയ്ത് കിട്ടിയതുകൊണ്ട് തണുപ്പായതുകൊണ്ട് നല്ല സുഖത്തിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഗുജറാത്തിലെ ഏതിലോ ഭാഗത്ത് നല്ല മഴയും വെള്ളപ്പൊക്കലും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഭാഗത്ത് അങ്ങനെ ശക്തിയായിട്ടുള്ള മഴയോ വെള്ളപ്പൊക്കമോ ഒന്നുമില്ല. നാട്ടിൽ നിന്നെല്ലാം വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ റൂമിൻ്റെ ആ ഏരിയയിലാണോ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾക്കൊന്നും അങ്ങനെ മഴയില്ല. ഇപ്പം ഞാൻ ദിവസം നല്ല രീതിയിൽ കേൾക്കാൻ പറ്റുന്നത് മയിലിൻ്റെ സൗണ്ട് ഉണ്ട്. ഇതിൻ്റെ അടുത്ത് കുറേ മയിലുകൾ ഇങ്ങനെ കൂടിച്ചേർന്നിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ മയിലുണ്ട് വന്നിട്ട്. അപ്പോൾ അന്ന് ഏട്ടനും മോനും പുറത്ത് പോയ സമയത്ത് ഇങ്ങനെ കണ്ടിട്ട് ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളത് കാണാൻ വേണ്ടി പോകുന്നുണ്ട്. രാവിലെ 9:30 ആകുമ്പോഴത്തേക്കും എൻ്റെ പണിയെല്ലാം ഒരുങ്ങിനും ചോറും കറിയും പിന്നെ വറവും ദോശയും അതിനുള്ള കറി എല്ലാം ആയിട്ടുണ്ടേനും. അപ്പോൾ പിന്നെ 9:30 ആകുമ്പോഴത്തേക്കും എൻ്റെ പണിയെല്ലാം അടിച്ചുവാരെല്ലാം കഴിഞ്ഞുകൊണ്ട് കുടിയെല്ലാം കഴിഞ്ഞതുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏട്ടൻ പറഞ്ഞാൽ നമുക്കിങ്ങനെ പുറത്ത് പോയിട്ട് വരാം, അവിടെ ചെറിയ പാർക്കുണ്ട്, അപ്പോൾ പാർക്കിലും പോകാം, അതുപോലെ നമുക്ക് മയിലിനെയും കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ പാർക്കിൽ പോകുന്നതിനേക്കാളും കൂടുതൽ മയിലിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടുള്ളത്. സാധാരണ അങ്ങനെ ഏട്ടൻ വിളിച്ചിട്ടാകുമ്പോൾ ഞാൻ അങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ പോയില്ല. ഇവർ രണ്ടാൾ മാത്രമേ പോയിട്ട് വരത്തുള്ളൂ. സൗണ്ടെല്ലാം കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചു കുറേ മയിൽ ഒപ്പരം ഉള്ളതായിരിക്കും. അപ്പോൾ നമ്മളന്ന് പോയ സമയത്ത് ഒരു 3-4 മയിലിനെ മാത്രമേ കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം വേറെ ഏതെല്ലോ ഭാഗത്തുനിന്ന് എന്താണ് നാനാ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒച്ചയാക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഒരു 3-4 മാത്രമേ കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. അതിലെന്ത് ഇതാണ് ഈ ഒരു മയിൽ, അന്ന് പീലി ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അത് വീഡിയോയിൽ കാണുമ്പോൾ ദൂരത്തു നിന്നാണെങ്കിലും പക്ഷേ നമുക്ക് കുറച്ചും കൂടെ അടുത്തുനിന്ന് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരങ്ങളിൽ അങ്ങനെ പാർക്കിൽ ചിലവഴിച്ച് കഴിഞ്ഞ് അപ്പോൾ തിരിച്ചിട്ട് വരുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ മയിലിനെ കാണാൻ വേണ്ടി പോകാൻ നേട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ അന്ന് പെട്ടെന്ന് എന്തോ മീറ്റിംഗ് എന്തോ ഉണ്ടായിട്ട് അപ്പം വൈകുന്നേരം പോകാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നാണ് പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ കുറച്ച് പാർക്കൊന്നും അത്ര വലിയ ആളോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറച്ച് പിന്നെ നല്ല ചെടികളും പിന്നെ പൂമ്പാറ്റകളും പക്ഷികളും പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളും അങ്ങനത്തെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വൈകുന്നേരം ആകുമ്പോൾ കുട്ടികളെല്ലാം കൂട്ടിയിട്ട് വന്നിട്ട് വെറുതെ ഒന്ന് ഇരുന്നിട്ടില്ല, അങ്ങനെല്ലാം പോയിട്ട് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പറ്റിയ ഒരു സ്ഥലം. ഇവിടെ പിന്നെ അധികം കാണാൻ കഴിയുന്നത് കുറേ ഇങ്ങനെ ട്രാക്ടർ ഉണ്ടോ. നമ്മുടെ നാട്ടിൽ ടിപ്പറിനെല്ലാം പകരം ഇവിടെ ട്രാക്ടറാണ്, ഇഷ്ടം പോലെ ട്രാക്ടർ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ ഇന്നെന്തോ എനിക്ക് ഈ ഒരു ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. എനിക്ക് തോന്നുന്നു മയിലിനെ കണ്ടിട്ട് ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. കുറേ ദിവസമായി മയിലിനെ കാണണം ഇങ്ങനെ സൗണ്ടെല്ലാം ഇങ്ങനെ അടുത്തുനിന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ കാണണമെന്ന് കുറേ നാളെ വിചാരിക്കുന്നത്. മുന്നേല്ലാം കണ്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും ഒന്നും കൂടി കാണണം എന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരിക്കും. അടുത്തുനിന്ന് കണ്ട് നല്ല എന്താ പറയുക, കണ്ടപ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് വന്ന് നമ്മൾ പോകുന്ന സമയത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ മയിലുണ്ടോ എന്ന്, പക്ഷെങ്കിൽ കാണാൻ പറ്റില്ല. ഒന്നേ കാണാൻ പറ്റിയിട്ടുള്ളൂ. കുറേ ബാക്കിയെല്ലാം ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട് ചുറ്റും നിന്നും, പക്ഷേ എങ്കിൽ ഒന്നിനെ കാണാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ തിരിച്ച് വന്ന് ആരുടെല്ലാം കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയ സമയത്ത് വിളക്കെല്ലാം കത്തിച്ച്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫെല്ലാം ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗുജറാത്തിലെ വേറെ വീഡിയോസെല്ലാം അടങ്ങിയിട്ടുള്ള വേറെ കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള വീഡിയോസെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്നൊരു കണ്ടു നോക്കിയാൽ. താങ്ക് യു.